നിങ്ങൾ എന്തോന്നായി കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ ബാബറി മസ്ജിദ് ബംഗാളി സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ച് ആ വരട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ ഇന്ത്യ നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അതോ അത് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കൊരു കുന്തവുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, രാഷ്ട്രമെന്നുള്ള സങ്കല്പത്തെയാണ് നശിപ്പിക്കുന്നത്. കാരണം ഇങ്ങോട്ട് ആക്രമണം നടത്തിയ വിദേശികളെ ആരാധിക്കുന്നതാണത്. ബാബറി എന്ന് പറഞ്ഞാൽ ബാബറാണ്, ആക്രമണകാരിയാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ച ആക്രമണകാരിയാണ്. ഇന്ത്യ പിടിച്ചടക്കിയ അധിനിവേശക്കാരനാണ്. എന്തേ അത് ബുദ്ധിയിലില്ലേ? നിങ്ങൾ ജവഹർലാൽ നെഹ്റു എഴുതിയ ഡിസ്കവറി ഓഫ് ദ വേൾഡ് എടുത്ത് വായിച്ചു നോക്കൂ. ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കൂ. നമ്മൾ ഇത്രയൊക്കെ അനുഭവിക്കാൻ കാരണം സിന്ധ് എന്ന് പറയുന്ന ഇപ്പോൾ അവിഭക്ത ഇന്ത്യയുടെ ഭാഗം ഒരു മുസ്ലിം പടയാളി വന്നിട്ട് കൈയടക്കിയതോടുകൂടിയാണ് നമ്മുടെ ദുരന്തം, ഇന്ത്യയുടെ ദുരന്തം ആരംഭിക്കുന്നത്. സൈന്ധവ സംസ്കാരം ഇന്ത്യയുടെ സുവർണകാലമായിരുന്നെങ്കിൽ അതിനുശേഷം കുതിരപ്പുറത്ത് ആയുധങ്ങളുമായിട്ട് വന്ന് കയ്യേറി 17 വയസ്സുള്ള ഒരു മുസ്ലിം പടയാളി, അവിടെ തുടങ്ങി നമ്മുടെ ദുരന്തം. അതുകൊണ്ട് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, ഈ സിന്ധു പ്രവിശ്യ ഉണ്ടല്ലോ പാകിസ്ഥാനിലെ, അതായത് എന്നും അങ്ങനെ ആയിരിക്കുന്നില്ല. ആ പ്രവിശ്യയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതെന്നും അങ്ങനെ ആയിരിക്കുകയില്ല. അത് ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയി ഇന്ത്യ പിടിച്ചടക്കും. കാരണം അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. LK അദ്വാനി വന്നത് അവിടെ നിന്നാണ്.